ഗായ്സ് സൂക്ഷ്മദർശിനി, അതായത് നമ്മളുടെ ബേസിലെ നസ്രിയ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുള്ള പുതിയ സിനിമയായിരുന്നു. സിനിമ ഇറങ്ങിയിട്ട് കുറച്ചായി. അപ്പോൾ റിവ്യൂ കുറയാൻ ലേറ്റായി ഞാൻ പറയുന്നില്ല, എപ്പോഴായാലും നമുക്ക് ചെയ്താൽ മതിയല്ലോ. സിനിമയെ കുറിച്ചുള്ള എൻ്റെ ഒപ്പീനിയനാണ്, റിവ്യൂ ഒന്നും ഞാൻ പറയുന്നില്ല, എൻ്റെ ഒപ്പീനിയൻ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ സിനിമ കണ്ടു, കൊള്ളാവിടെ. കൊള്ളാന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു എൻ്റർടൈൻമെൻറ്റ് പ്രതീക്ഷിച്ച് പോകരുത്. ഒരു എൻ്റർടൈൻമെൻറ്റ് കോമഡി എൻ്റർടൈനർ, നല്ല കിടിലം ഫാമിലി പോയിട്ട് ചിരിച്ച് മരിക്കാനുള്ള സിനിമ, അങ്ങനെയുള്ള എക്സ്പെക്റ്റേഷൻ ഒന്നും വെച്ചിട്ട് സിനിമയ്ക്ക് പോകരുത്. കാരണം ഇതൊരു കോമഡി സിനിമയല്ല. കോമഡി സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ജോണർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ത്രില്ലറാണ്. പക്ക ത്രില്ലർ എന്ന് പറഞ്ഞാൽ ഡാർക്ക് ത്രില്ലറാണ്. അതിൻ്റെ സീരീസ്, അതിൻ്റെ തീം എന്ന് പറയുന്നത്, അതിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് ഡാർക്കാണ്, പക്ക ഡാർക്കാണ്. അതായത് നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് സാധനം ശരിക്കും പറഞ്ഞാൽ ഡാർക്ക് തീമാണ്. തീം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെയാണ് സംഭവം. അത് എന്താണെന്ന് ഞാൻ പറയുന്നില്ല, സ്പോയിലറായിപ്പോവും. സൂക്ഷ്മദർശിനി സത്യം പറഞ്ഞാൽ പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒളിഞ്ഞു നോട്ടം തന്നെയാണ് സംഭവം, അല്ലെങ്കിൽ എത്തിനോട്ടം എന്ന് പറയില്ല. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ മലയാളികൾക്കിടയിൽ എപ്പോഴും നിലനിൽക്കുന്ന ഒരു ആചാരമായിട്ടുള്ള അയൽവക്കത്തേക്കുള്ള എന്നൊരു എത്തിനോട്ടം അല്ലെങ്കിൽ ഒളിഞ്ഞു നോട്ടം എന്ന് തന്നെയാണ് സംഭവം. MC ജിതിൻ എന്നാണ് സിനിമയുടെ ഡയറക്ടറുടെ പേര്. പുള്ളി തന്നെയാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ഒരു അതുൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളും കൂടി റൈറ്റിങ്ങിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, ക്രെഡിറ്റിൽ. അപ്പോൾ പുള്ളി അത് സിനിമയ്ക്ക് മുമ്പ് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഹിച്ച് ഹോക്ക് എന്ന് പറഞ്ഞ ഡയറക്ടറുടെ ഒരു ഇൻസ്പിറേഷനൊക്കെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഹിച്ച് ഹോക്കിൻ്റെ 1954 ഇറങ്ങിയിട്ടുള്ള റിയർ വിൻഡോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പടമുണ്ട്. ആ ഒരു പടത്തിൻ്റെ ഇൻസ്പിറേഷൻ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിനിമയ്ക്ക് വന്നിട്ടുള്ളത്. അതായത് അതാണ് നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ എത്തിനോട്ടം തന്നെയാണ് സിനിമ. അതായത് അപ്പുറത്തുള്ളവൻ്റെ ലൈഫിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന സംഭവമാണ്. ഒരു ഫിലിം എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നതാണ്. സിനിമ എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കിടിലം പോലെ വർക്കൗട്ട് ആവും, എല്ലാവരും വർക്കൗട്ട് ആവും. അത് ഞാൻ പറയുന്നത് വെച്ചാൽ എക്സ്പെക്റ്റേഷൻസ് വെക്കാതെ പോവുക. നമ്മൾ ബേസിൻ്റെ സിനിമയാണ്, നസ്രിയയുടെ സിനിമയാണ്, അപ്പോൾ കോമഡി ഉണ്ടാവും, ചിരിക്കാനുണ്ടാവും. അങ്ങനെ ഒരു ചിരിക്കാനുള്ളതല്ല, ജസ്റ്റ് നമുക്ക് ഒരു സ്മൈൽ ചെയ്യാനുള്ള കോമഡീസ് മാത്രമേ ഉള്ളൂ, അല്ലാതെ ചിരിക്കാനുള്ള കോമഡിയൊന്നും സിനിമയിലില്ല. സ്റ്റോറി ടെല്ലിങ് പറഞ്ഞപ്പോഴാണ് എനിക്ക് എടുത്തു പറയേണ്ടത് സിനിമയുടെ എഡിറ്റിംഗ് ആണ്. എഡിറ്റിങ്ങും അതുപോലെ സിനിമാറ്റോഗ്രഫിയും. എഡിറ്ററുടെ പേര് ചമൻ ചാക്കോ. അതുപോലെ തന്നെ സിനിമാറ്റോഗ്രഫിയുടെ പേര് നോക്കാൻ വിട്ടുപോയി. നല്ല കിടിലം വിഷ്വൽസ് ആണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ പിടിച്ചിരുത്തണം, അതേസമയം ഒരു ഗുഡ് ഷെയ്ഡും കാണിക്കണം ആ ഫ്രെയിംസിൽ. അപ്പോൾ അത് നല്ല വൃത്തിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയ സ്കെയിലുള്ള സിനിമയൊന്നുമല്ല, ജസ്റ്റ് കുറച്ച് വീടുകൾ, ആ വീടുകൾക്ക് ഉള്ളിലെ കുറച്ച് ക്യാരക്ടേഴ്സ്, അവർക്കിടയിൽ നടക്കുന്ന സംഭവമൊക്കെയാണ് സിനിമ. പിന്നെ മ്യൂസിക് ക്രിസ്റ്റോ സേവ്യറാണ്, ക്രിസ്റ്റോ വെച്ചാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ഒരു ഫ്രഷ്നെസ്, നമ്മൾ പറയില്ലേ, ഇടയ്ക്ക് ആ ഒരു ക്ലാസിക് ഫിലിം നോയർ, ഹോളിവുഡ് ഫിലിം നോയർ സിനിമയിലെ മ്യൂസിക്കിൻ്റെ ഒരു ട്രാക്കൊക്കെ എനിക്ക് ഒരു ഫീലൊക്കെ കിട്ടിയിരുന്നു. പിന്നെ ചെയ്തത് വെച്ചാൽ എന്താ പറയുക, നമ്മളൊരു ഒരു ഫാൻറ്റസി മോഡലുള്ള മ്യൂസിക് ട്രാക്സ് ഒക്കെ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നത്. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ എലവേറ്റ് ചെയ്തിട്ടുണ്ട്, സിനിമ നല്ല രീതിയിൽ എലവേറ്റ് ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടർ ഉണ്ട്, നമ്മുടെ സിദ്ധാർത്ഥ് ഭരതൻ്റെ ക്യാരക്ടർ. പുള്ളിയുടെ ക്യാരക്ടർ ഉണ്ടല്ലോ, കിടു എന്ന് പറഞ്ഞ നല്ല കിടു ക്യാരക്ടർ. അതാണ് നമുക്ക് ചിരിക്കാനുള്ള എലമെൻ്റ് എന്ന് പറയുന്നത്, പുള്ളിയാണ്. അത് ജസ്റ്റ് ഒരു ടോട്ടൽ ഒരു 5 minutes മാത്രമേ ഉണ്ടാവുള്ളൂ സ്ക്രീൻ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഫുള്ളി കിടലം പോലെ. അതിൻ്റെ ട്രോളുകൾ കണ്ടിട്ടുണ്ടാവും, ഇറ്റ്സ് നോട്ട് എ കുണച്ച പ്ലാൻ. ആ സാധനം തന്നെയാണ് ഈ സാധനം. അതായത് നമ്മൾ സ്ലാപ്സ്റ്റിക് കോമഡീസ് ഒന്നും അല്ല, അങ്ങനെ സംഭവങ്ങളൊന്നുമല്ല. ജസ്റ്റ് ഡയലോഗ് ഡെലിവറി വഴി പുള്ളി അങ്ങ് കോമഡി ഉണ്ടാക്കിയെടുക്കുകയാണ്. അത് ഹാറ്റ്സ് ഓഫ് പുള്ളി. ആ ഒരു ക്യാരക്ടർ ഉണ്ട്, കിടിലൻ ക്യാരക്ടർ. ആ സംഭവം എനിക്ക് ഇഷ്ടമായി. മൊത്തത്തിൽ സിനിമ എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു ത്രില്ലർ സാധനമാണ്, അല്ലാതെ കോമഡി അല്ല. ത്രില്ലിംഗ് ഉണ്ട്, അതിനിടയിൽ ആ സംഭവം ലാസ്റ്റുള്ളൊരു ക്ലൈമാക്സും ട്വിസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ആ ഒരു പിന്നെ എന്താ പറയുക, പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആയിപ്പോവും. അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. അത് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ടോപ്പിക്കൊക്കെ ഉണ്ട്. അവർ ലാസ്റ്റ് ക്ലൈമാക്സിൽ റിവീൽ ചെയ്യുന്ന സമയത്ത് അവർ പറയുന്നൊരു മെസ്സേജും കാര്യങ്ങളൊക്കെ ഇന്നത്തെ സൊസൈറ്റിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു എന്താണ് ഒരു സ്വഭാവങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ സിനിമ കണ്ടുകൊണ്ട് മനസ്സിലാക്കുക. പിന്നെ നസ്രിയ ബേസിലൊക്കെ കിടലമാർ ചെയ്തിട്ടുണ്ട്. നസ്രിയയുടെ ക്യാരക്ടറായാലും നസ്രിയ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ബേസിലിൻ്റെ കേസായാലും സെയിമാണ്, നല്ല വൃത്തിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പുള്ളിയാലും.
പുള്ളി ഒരു മിനിമം ഗ്യാരണ്ടി തരുന്നുണ്ട്. ബേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പാണ്, ഞാൻ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ അടുത്ത ജനപ്രിയ നായകൻ എന്നുള്ള രീതിയിലേക്ക് എന്തായാലും ബേസിൽ ജോസഫ് വന്നു. പുള്ളി എസ്റ്റാബ്ലിഷ്ഡ് ആയി, ആക്ടർ എന്നുള്ള രീതിയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞു. അപ്പോൾ അത് കിടലം പോലെ പുള്ളി ഓരോ സിനിമയിലും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ പുള്ളിയുടെ സംഭവം എന്ന് പറയുന്നത് ഞാൻ പറയുന്നില്ല, അത് സ്പോയിലറായി പോകും. അപ്പോൾ അതൊക്കെയാണ് മൊത്തത്തിലൊരു ത്രില്ലർ സാധനമാണ്, നമ്മളെ പിടിച്ചിരുത്തും. 2.5 മണിക്കൂർ നമുക്ക് പിടിച്ചിരുത്തുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരു സിനിമ എന്നുള്ള രീതിയിൽ മാത്രം കാണുക, അതല്ലാതെ ഇതിന് ഇൻസ്പയർ ആയിട്ട് നിങ്ങൾ റിയൽ ലൈഫിൽ ഒന്നും കോപ്പി ചെയ്യാതിരിക്കുക. ആ ഒരു സംഭവം എനിക്ക് പറയാമെന്ന് തോന്നി. കാരണം ഞാൻ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ അടുത്തുള്ള വീട്ടിലേക്കുള്ള എത്തുന്നോട്ട് ഒളിഞ്ഞു നോട്ടൊക്കെയാണ് സിനിമ. അപ്പോൾ അതൊക്കെ സിനിമ എന്നുള്ള രീതിയിൽ മാത്രം കണ്ട് എൻജോയ് ചെയ്തിട്ട് വരിക, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നല്ല വൃത്തിക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഒരു കിടില സാധനം അത് തന്നെയാണ് സൂക്ഷ്മദർശി. നല്ല കിഡിലോസ്കി സ്റ്റോറി ടെല്ലിങ്ങും നല്ല കിടില മേക്കിങ്ങും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു പടം. അപ്പോൾ അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്കും പറയാം, കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ, കൂടുതലായിട്ടൊന്നും പറയാനില്ല.